ട്രെയിനിൽ ഗണഗീതം പാടുമ്പോൾ കുരു പൊട്ടുന്നവർക്കായി സമർപ്പിക്കുകയാണ് ഈ വീഡിയോ. അതായത് ഗണഗീതം എന്ന് കേട്ടാൽ തന്നെ ചിലർ വല്ലാതെ അങ്ങ് അസ്വസ്ഥരാകും. അതിൽ മാധ്യമ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, സാംസ്കാരിക നായകരുണ്ട്. അപ്പോൾ ഈ പല വിഭാഗത്തിൽപ്പെട്ട അസ്വസ്ഥതയും ചൊറിച്ചിലും മാന്തലും ഒക്കെ കൂടിയ നിരവധി പേരുണ്ട്. അവർക്ക് ഈ ഗണഗീതം എന്ന് പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അത് കേൾക്കാനേ പാടില്ല, ഒരു ചതുർത്ഥി പോലെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഗണഗീതം അതിൻ്റെ ഓരോ വരിയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും മനസ്സിലാക്കാതെ ഇരുന്ന് കുരയ്ക്കുന്ന കുറേ എണ്ണമുണ്ട്. അവർക്കായി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പ്രമദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങൾ. വീഡിയോ കണ്ടു കാണുമല്ലോ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൗൺസിലർമാരെയും മേയർമാരെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് ഡൽഹിയിലൊരു വിരുന്ന് ഒരുക്കുകയാണ്. ആ വിരുന്നിൽ സൽക്കാരത്തിനായി പങ്കെടുക്കാൻ BJP കൗൺസിലർമാരും തിരുവനന്തപുരം മേയറുമൊക്കെ പോകുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ആ വീഡിയോയിൽ അവർ പരമപവിത്രം എന്ന ഗണഗീതം പാടിക്കൊണ്ട് കൃത്യമായി അവരത് പാടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അത് BJPക്കാരല്ലേ, BJPക്കാർ പാടിയാൽ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് പലരും വരും. BJPക്കാർ പാടിയാൽ ഒരു പ്രശ്നവുമില്ല, കമ്മ്യൂണിസ്റ്റുകാരത് പാടിയാലും ഒരു പ്രശ്നമില്ല, കോൺഗ്രസ്സുകാരത് പാടിയാലും പ്രശ്നമില്ല, മുസ്ലിം ലീഗുകാരത് പാടിയാലും പ്രശ്നമില്ല, SDPI പാടിയാലും കുഴപ്പമില്ല, ജമാഅത്തെ പാടിയാലും കുഴപ്പമില്ല, നിരോധിച്ചതുകൊണ്ട് PFI അത് പാടിയാൽ കുഴപ്പമുണ്ടോ എന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. ആരത് പാടിയാലും നമ്മുടെ ഭാരതാംബയെ പറ്റിയാണ് അത് പറയുന്നത്, പാടുന്നത്. അത് RSSനാരും കുത്തക നൽകിയിട്ടുള്ള ഒന്നല്ല. RSS വേദികളിൽ അത് പാടുന്നത് കൊണ്ട് ആ പാട്ടും ഭാരതാംബയും ഒക്കെ RSSൻ്റേതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന കുറേ വിവരമില്ലാത്ത കുറേ ജന്മങ്ങളുണ്ട്. അവരോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഈ ഒരു സംഭവം. അതായത് 2025 നവംബർ 8 അന്നാണ് ആ സംഭവം നടന്നത്. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്, ഈ എക്സ്പ്രസിൻ്റെ ഈ സർവീസ് ഔദ്യോഗികമായി അന്നാണ് ആരംഭിക്കുന്നത്. 2025 നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു. ഈ ചടങ്ങിൻ്റെ ഭാഗമായി കൊച്ചിയിലെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഗണഗീതം ആലപിക്കുന്നു. അത് വീഡിയോയിൽ പകർത്തുന്നു. എന്നിട്ടത് സോഷ്യൽ മീഡിയയിലൊക്കെ അത് വൈറലാകുന്നു. ഈ പാട്ട് വൈറലായി കഴിഞ്ഞപ്പോൾ പിന്നെ പൊതുഗതാഗത സർവീസിൽ RSS അവരുടെ അജണ്ട നടപ്പിലാക്കുന്നു, കാവ്യവൽക്കരണം നടത്തുന്നു, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കിയാൻ അവർ മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി കണ്ടതും കേൾക്കാത്തതും ഒക്കെ കാര്യങ്ങൾ അന്തിച്ചർച്ചകളാവുന്നു. ജഡ്ജിമാർ കാര്യങ്ങൾ വിധിക്കുന്നു, എന്തൊക്കെയോ. അതിനുശേഷം ഇതെവിടെ കേട്ടാലും ആളുകൾക്കൊക്കെ അതിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി ഇതെവിടെ കേട്ടാലും ആളുകളത് ഇത് RSSൻ്റെ എന്നുള്ള ഇത് ഭാരതാംബയെ, നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്ന ഒരു പാട്ടാണെന്ന് മനസ്സിലായി പലരും ഈ RSSൻ്റെ ആണെന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥത കൊണ്ട് നിങ്ങൾ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ പിള്ളേരിത് പഠിച്ചു പാടിയത്. കാരണം ഇവിടെ കോൺഗ്രസ്സുകാരുടെ CPMൻ്റെ എന്ന പാട്ടൊന്നും ആരും പാടുന്ന കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ഈ ഗാനത്തിൻ്റെ ഇത് ദേശഭക്തിയായാണ് വിശേഷിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ അധികൃതർ ഇത് പിന്നെ രംഗത്തെത്തി. അവർ പറഞ്ഞു ഞങ്ങൾക്കിത് പാടാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് അവർ മറുപടി പറഞ്ഞു. പിന്നീട് സൗത്തേൺ റെയിൽവേ ആദ്യമായി ഈ വീഡിയോ പബ്ലിഷ് ചെയ്തു. പിന്നീട് അത് നീക്കി വീണ്ടും അവർ പ്രസിദ്ധീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ടിനെ ചൊല്ലി പലർക്കും വല്ലാത്തൊരു, നേരത്തെ പറയുന്നത് പോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതാംബയുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പലർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഭാരതാംബയുടെ ചിത്രം, അതായത് ഈ നമ്മൾ ഏതോ ഒരു ബസ്സിൽ ദിലീപിൻ്റെ സിനിമ വെച്ചപ്പോൾ ഏതോ ഒരു ചേച്ചിക്ക് കൊണ്ടിളകിയില്ലേ. അതായത് ദിലീപ് ആ സിനിമയിൽ അഭിനയിച്ച് അതിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ ദിലീപിൻ്റെ സിനിമ കണ്ടപ്പോൾ ചേച്ചിക്ക് ഒന്ന് വൈറലാവണമെന്ന് തോന്നി. ചേച്ചി അതൊന്ന് വൈറലാക്കാൻ വേണ്ടി ബസ്സിൽ കിടന്നങ്ങ് കോലാഹലം കാണിക്കുന്നു. ചേച്ചിയുടെ മോൻ പറയുന്നു ഈ വൃത്തികെട്ടവൻ്റെ സിനിമ എങ്ങനെയമ്മ നമ്മൾ കാണുന്നത്, സിനിമാ ഡയലോഗ് പോലെയൊക്കെ പറയുന്നു, കാണിക്കുന്നു. പിന്നീട് ചേച്ചിയെ മാധ്യമങ്ങൾ പൊതിയുന്നു, ബൈറ്റ് എടുക്കുന്നു. അങ്ങനെ പല സംഭവവികാസങ്ങൾ നമ്മൾ ഇതുപോലെ തന്നെയാണ്
ഇത്തരത്തിൽ RSSന്റെ എന്തെങ്കിലും പാട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ RSS എന്ന് ഇവർ പറഞ്ഞ് മുദ്ര കുട്ടുന്ന ഏതെങ്കിലും ഗണഗീതമൊക്കെ പുറത്തു വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അതായത് ഭയമാണ് ഇവർക്കൊക്കെ. ഇപ്പോൾ പിന്നെ CPMന്റെ ഒരു പാട്ട് പുറത്തിറങ്ങിയാൽ എവിടെയെങ്കിലും വെച്ച് പാടിയാൽ ആർക്ക് ഭയമില്ല. കാരണം അത് വളർന്നാൽ എത്രത്തോളം വളരുമെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനെ സംബന്ധിച്ചോ അത് തന്നെയാണ്. അതായത് വേരുകളെല്ലാം നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ചെറിയ പച്ചപ്പ് എവിടെയുണ്ട്, അതിലൂടെ കടിച്ചു തൂങ്ങി വീണ്ടും പടർന്ന് പന്തലിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് ആ വേരും കൂടി തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സതീശൻ ഇവിടെ നടത്തുന്നുണ്ട്. സതീശൻ, പ്രതിപക്ഷ നേതാവായ സതീശൻ അടുത്ത തവണ 42 കാറിന്റെ അകമ്പടിയോടെ മുഖ്യമന്ത്രിയാകണം. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ കുളിപ്പിച്ച് സതീശൻ ഇങ്ങനെ വർഗീയത മുഴുവൻ കേരളത്തിൽ പടർത്തുകയാണ്. അതായത് ഹിന്ദുക്കളൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല, ഹിന്ദുക്കളെ അങ്ങോട്ട് അകറ്റി മാറ്റി നിർത്തണം, ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുക്കൾ ഞങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ വോട്ടിട്ട് തരും അല്ലെങ്കിൽ വോട്ട് ചെയ്തു തരും, അതുകൊണ്ട് അത് ഞങ്ങളെ വിഷയമല്ല, ഞങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളെയാണ് വേണ്ടത് എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട്. NSS സെക്രട്ടറി സുകുമാരൻ നായരോട് ആദ്യമായിട്ടൊരു ബഹുമാനം തോന്നിയത് കോൺഗ്രസിനോട് അകൽച്ചയില്ല, സതീശനോട് മാത്രമാണ് അകൽച്ച എന്നുള്ളത്. കേരളത്തിലെ ഒരുപക്ഷെ ജനങ്ങളുടെ മുഴുവൻ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരമായിരിക്കാം ആദ്യമായി NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വായിൽ നിന്ന് വന്നത്. എന്തായാലും ഈ ഗാനം കേൾക്കുമ്പോൾ കുരുപെട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഇനി RSSകാർ ഇത് പാടി ഇനി അവരുടെ പാട്ടെന്ന് പറഞ്ഞാൽ കൂടി അത് ഏറ്റുപാടാൻ ആയിരങ്ങൾ ലക്ഷങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് മനസ്സിലാക്കാതിരിക്കുക. പിന്നെ തലയ്ക്കകത്ത് മൂളയില്ലാതെ കിടന്ന് ചാടുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, ജഡ്ജിമാര്, ചാനൽ ജഡ്ജിമാര് ഒക്കെയുള്ള കുറേ എണ്ണം ഉണ്ടല്ലോ. അവരോട് പറയാനായിട്ട് ഇത് ഗണഗീതമായി RSS അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പിന്നെ എന്താ പറയുക RSSന്റെ ഗാനമൊന്നുമല്ല. അത് അവർക്ക് നന്നായിട്ടറിയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിയും വിവരവുമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് പറയാം. നിങ്ങൾ ഇനി എത്ര കടന്ന് തുള്ളിയിട്ടും കാര്യമില്ല എന്നുള്ളത്. എന്തായാലും ഇത് കണ്ട് കുറച്ച് നാളൊന്ന് സംതൃപ്തി അടയൂ. റെയിൽവേ ആരുടെയും കുത്തകയല്ല, അവിടെ ഏത് പാട്ടാണെങ്കിലും ജനങ്ങളത് സ്വീകരിക്കും. അതിപ്പോൾ പരമപവിത്രമാണെങ്കിലും പുഷ്പനെ അറിയാമോ അതാണെങ്കിലും ആളുകൾ ഇരുകൈ നീട്ടി സ്വീകരിക്കും.